ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുന്നവന് ദൈവം കൂട്ടുണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് വെറും വാക്കൊന്നും അല്ലടോ, 100% സത്യമാണ്. ദൈവം തന്ന വലിയൊരു ഗിഫ്റ്റ്, വൺ ഓഫ് ദ പ്രീഷ്യസ് ഗിഫ്റ്റ് മേടിക്കാൻ നമ്മുടെ കരങ്ങളിൽ എത്തിക്കാനുള്ള യാത്രയിലാണ് നമ്മുടെ സാരഥി സുജിയേട്ടൻ്റെ കൂടെ സുന്ദരി ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത് പട്ടാമ്പിക്കാണ് കേട്ടോ. നമ്മുടെ അച്ഛനും അമ്മയും അച്ഛമ്മയും നന്ദു ഒക്കെ വെയിറ്റിംഗ് ആണ് ഈ ഒരു ഗിഫ്റ്റ് കാണാൻ. ലച്ചുണ്ണി അനുമോളൊക്കെ സ്കൂളിൽ പോയാണ്. തിരിച്ചു വരുമ്പോൾ ഞങ്ങളവിടെ എത്തുമോ തിരിച്ചെന്ന് എനിക്കറിയില്ല ആ നേരത്തേക്ക്. പക്ഷെ അത് സാധനം കണ്ടു കഴിഞ്ഞ് അവർ ഭയങ്കര സർപ്രൈസ് ആവും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പട്ടാമ്പി മൻസൂർ ട്രേഡേഴ്സ്. ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഒരു കൊടക്കീഴിൽ നിന്ന് കിട്ടുന്ന ഒരു സ്ഥാപനം. ബേക്കിങ്ങിന് ആവശ്യമുള്ളത് മാത്രമല്ല കേട്ടോ, ബിരിയാണി ഐറ്റംസും ഇവിടെ ഉണ്ട്. പാലക്കാട്ടുകാർക്ക് ഒട്ടുമിക്ക ബേക്കേഴ്സും പാലക്കാട് പട്ടാമ്പി ഭാഗത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അത് ഹോൾസെയിൽ ഷോപ്പാണ്. വെറൈറ്റി ടോപ്പേഴ്സും ഫ്ലവേഴ്സും ഗിഫ്റ്റ് ബോക്സും ബേക്കിംഗ് ടിൻസും ബേസും ബോക്സും ക്രഷും ഷോർട്ട് സ്റ്റാൻഡോളും ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ടും വെറൈറ്റി നോൺ എഡിബിൾ ആൻഡ് എഡിബിൾ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും പിന്നെ കപ്പ് കേക്ക് മോൾഡ് പല വിധത്തിലും ട്രസ്ലേച്ചേഴ്സ് ബോക്സ് പിന്നെ ഡ്രീം കേക്ക് ബോക്സ് അങ്ങനെ എന്ന് വേണ്ട ഒരുവിധം എല്ലാ ഐറ്റംസും വളരെ വളരെ ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ വന്ന കാര്യം പറയാം. ഇത് 2 ദിവസമായിട്ട് മുന്നെടുത്ത് വെച്ച വീഡിയോ. അതിന് എന്തോ ഓഡിയോ കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കണ്ട് ഒരുപാട് ഇഷ്ടം തോന്നി. നമ്മുടെ വിദേശത്ത് നിന്ന് എന്താ പറയുക, എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയുന്നില്ല. അവർ പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ഞങ്ങളെക്കുറിച്ച് ഒരു ഡീറ്റെയിലും പറയണ്ട എന്നാണ്. ഇത്ര മാത്രം പറയാം. വിദേശത്തുനിന്ന് ദൈവം പറഞ്ഞു വിട്ട പോലെ ദൈവദൂതരായി വന്ന് നമുക്കൊരു ഗിഫ്റ്റ് നമ്മളൊക്കെ അവർ തന്നിറക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഒരുപാട് കാലമായിട്ട് മേടിക്കണം എന്ന് പറഞ്ഞ് പൈസ കൂട്ടി വെച്ച് അങ്ങനെ അതങ്ങോട്ട് നടക്കാതെ പോയ ഒരു സ്വപ്നമാണ് നമുക്കൊരു ബേക്കിംഗ് ഓവൻ എന്നുള്ളത്. അതാണ് അവർ നമുക്ക് ഗിഫ്റ്റ് തന്നിറക്കുന്നത്. ദൈവം പിന്നെയും കൈവിടാത്തോണ്ടതായിരിക്കണം. അതിനൊപ്പം തന്നെ ഒരു സ്റ്റാൻഡ് മിക്സറും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അവരെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എൻ്റെ ദൈവം അല്ല, എൻ്റെ ചേച്ചി, എൻ്റെ ദൈവം ഒക്കെ പറയാ. എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും സന്തോഷമുണ്ട്. എനിക്കിതിന് ഓഡിയോ കൊടുക്കണമെങ്കിൽ ഞാൻ കുറച്ചൊന്ന് സെറ്റ് ആവണമായിരുന്നു. എൻ്റെ മൈൻഡ് ഒട്ടും സെറ്റല്ലായിരുന്നു. അത്രയും വിഷമവും സന്തോഷം എന്താ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. ആ ദൈവം എനിക്ക് സമ്മാനിച്ച വലിയ ഗിഫ്റ്റാണ് കേട്ടോ ഇത് രണ്ടും. ഞാനും എൻ്റെ കുടുംബം എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ആ കുടുംബം ഉണ്ടാവും. ഒരുപാട് നന്ദിയുണ്ട്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതങ്ങോട്ട് വീട്ടിലെത്തിയപ്പോൾ എല്ലാവരുടെയും സന്തോഷം ഒന്ന് കാണാമായിരുന്നു. അതുമല്ല, ഇവര് നമ്മളെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ ഓരോന്ന് പറയണ കേട്ടപ്പോഴേ എൻ്റെ അച്ഛനോ അമ്മയെല്ലാം കണ്ണെല്ലാം നിറഞ്ഞിട്ടാണ് കണ്ടത്. എനിക്കാണെങ്കിൽ അതിലേറെ സങ്കടം വരെയായിരുന്നു. ഈ യാത്ര തിരിച്ച് വീട്ടിലെത്തുമ്പോഴും ഇതവിടെ എടുത്ത് വെക്കുമ്പോഴും ഒക്കെ ഭയങ്കര സങ്കടം. അത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണ് കേട്ടോ. സന്തോഷം കൊണ്ടുള്ള കണ്ണീരായിരുന്നു. എന്തായാലും ഞങ്ങളെല്ലാവരും, ഞാനും എൻ്റെ ഫാമിലിയും വളരെ ഹാപ്പിയാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നന്ദിയുണ്ട്. എന്നും പ്രാർത്ഥന ഉണ്ടാവും. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ടായിരിക്കും. നന്ദി മാത്രം. ഇതൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. ഇന്നും 2 ദിവസമായി ഓപ്പൺ ചെയ്തിട്ടില്ല. ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാനിടാം. നന്ദി, 1000 നന്ദി ദൈവത്തിനും ദൈവദൂതർക്കും.